ഇതിന്റെ വിശേഷങ്ങൾ നിരവധിയുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് പോകണം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം. വയനാട്ടിലേക്ക് ഒന്ന് പോകണം. അവിടെ നമുക്കറിയാം മധ്യവയസ്കരെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൗത്യം 5ാം ദിവസത്തിലാണ്. കഴിഞ്ഞ 4 ദിവസമായി കൊമ്പൻ വനപാലകരെ കബളിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. റേഡിയോ കോളർക്ക് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്കാണ് ഈ ആനയെ തേടി നീങ്ങാൻ തീരുമാനം. ഇന്നലെ മോഴയാന ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്തത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ജാഗ്രതയോടെയാണ് ഈ സംഘം നീങ്ങുന്നത്. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനവകുപ്പ് ആനയ്ക്കായുള്ള ദൗത്യം തുടരുന്നത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, വളരെ ദുഷ്കരമായ ഒരു ദൗത്യത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ ഇത്തരം ദൗത്യങ്ങൾ സംഭവിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഈ ആനയെ വെടിവെക്കാനൊക്കെ സാധിച്ചൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് പ്രതിസന്ധി? ഇന്ന് ഏത് രീതിയിലായിരിക്കും ദൗത്യവുമായി മുന്നോട്ട് പോവുക വനപാലകർ? മംഗളകരമാക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് രഞ്ജിത്ത്, ആനയെ പിടികൂടാനുള്ള ദൌത്യം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5-ഓടുകൂടി തന്നെ ദൌത്യസംഘം കാട്ടിലേക്ക് കുങ്കിയാനകളുമായി പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെയുള്ള പരിശോധനകൾക്കപ്പുറം തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ കൂടി കാട്ടിൽ നടത്തുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. കാരണം ഈ കാട്ടിനുള്ളിൽ പാറക്കെട്ടിലും കൊങ്ങിണി കാടുകൾക്കിടയിലും ഒളിച്ചിരുന്നാണ് പലപ്പോഴും ബേലൂർ മഖ്ന ദൌത്യസംഘത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നാലും ഈ കൊങ്ങിണി കാടുകൾക്കുള്ളിൽ മറിഞ്ഞാലും തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ എന്തായാലും ഈ ബേലൂർ മഖ്നയ്ക്കൊപ്പമുള്ള ഒരു മോഴയാന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മോഴയുടെ സാന്നിധ്യം കാട്ടിൽ പ്രകടമാണ്. ദൌത്യസംഘം പലതവണ കാണുകയും അത് ഈ വിദൂര ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിൽ ഇത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ആനയാണ് ഇന്നലെ ഈ RRT സംഘത്തിന് നേരെ തിരിയുകയും പടക്കം പൊട്ടിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്തും ഈ ദൌത്യസംഘം ആ ആനയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോരുകയും ഉണ്ടായത്. അതുതന്നെയാണ് ഏറ്റവും ദുഷ്കരമായ ദൌത്യത്തിലെ ഒരു ഭാഗം. കാരണം ഈ മയക്കുവെടി വെക്കാൻ ബേലൂർ മഖ്നയ്ക്ക് എതിരെ ഒരുങ്ങുമ്പോൾ ആന തന്നെ ഈ ദൌത്യസംഘത്തിനെതിരെ തിരിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം കൂടെയുള്ള മോഴയാനയും സംഘത്തിനെതിരെ തിരിയുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് വെടിവെക്കുമ്പോൾ അത് പാഴായാൽ പോലും ചിലപ്പോൾ ദൌത്യസംഘത്തിന്റെ ജീവന് അപകടം വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ ഈ ദൌത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്ത് രീതിയിലുള്ള പുതിയ തന്ത്രങ്ങളാണ് ഈ ദൌത്യസംഘം ആവിഷ്കരിക്കുക എന്നത് അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാകും. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്നത് ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ട്രാക്കർ ഉപയോഗിച്ച് ആന എവിടെയുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നു. കുങ്കിയാനയും മറ്റ് RRT സംഘവും അവിടേക്ക് എത്തുന്നു. മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകളും എടുക്കും. അപ്പോഴേക്കും ആന ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും, അല്ലെങ്കിൽ സമീപത്തുള്ള വലിയ കൊങ്ങിണിക്കാടിനുള്ളിൽ അഭയം പ്രാപിക്കും. ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടിനുള്ളിൽ നടക്കുന്നത്. അത് വിട്ട് വേറൊരു സ്ട്രാറ്റജിയിലേക്ക് ആന നീങ്ങുമോ, അല്ലെങ്കിൽ മറ്റൊരു സ്ട്രാറ്റജി ഈ ദൌത്യസംഘം കൈ എടുക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തു നിന്നും, ഈ വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ കോണിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തു നിന്നും ഈ കാട്ടിനുള്ളിലെ ചതുപ്പിടങ്ങളിലേക്കോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തേക്കോ ആന നീങ്ങിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് ദൌത്യസംഘം പറയുന്നത്. എന്തായാലും ഈ നിലവിൽ ആന നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഏതാണ്ട് 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകത്തിന്റെ വനമേഖലയ്ക്കകത്തേക്ക് കടന്ന് ഉൾക്കാട്ടിലേക്ക് ആന പോയിട്ടില്ല. മറുവശത്ത് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും എന്തെങ്കിലും നിർണായകമായ വഴിത്തിരിവുകൾ ഇന്നത്തെ ദൌത്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൌത്യസംഘം ഉള്ളത്. രഞ്ജിത്ത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വനംവകുപ്പ് ഇതിനു മുൻപ് നിരവധി ദൌത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ആനകളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലിറങ്ങിയ നിരവധി കാട്ടാനകളുമായി ബന്ധപ്പെട്ട ദൌത്യങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടി ദുഷ്കരമാണ്. അനീഷ് പറഞ്ഞ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. പക്ഷേ ജനങ്ങളുടെ ഒരു അവകാശമുണ്ട്, ജനങ്ങളുടെ ഒരു പരാതിയുണ്ട്, അവരുടെ സ്വൈര ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ചില്ലറയല്ല. ഇത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതും വലിയൊരു പ്രശ്നമാണല്ലോ വനം വകുപ്പിന്റെ മുന്നിലെ. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്? കൂടുതൽ സംഘങ്ങളെ ഏർപ്പെടുത്തുമോ? ഈ ദൗത്യം ഈ ആനയെ വെടിവെക്കുന്ന അത്രയും നാൾ നീണ്ടു നിൽക്കുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്?
ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ഏതാണ്ട് ഒരാഴ്ചക്കടുത്തായി ഈ പടമല ഭാഗത്ത് ഒപ്പം തിരുനെല്ലി പഞ്ചായത്തിലെയൊക്കെ ജനജീവിതം അങ്ങേയറ്റം സ്തംഭിച്ച അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകാൻ കഴിയുന്നില്ല. കർഷകർക്ക് അവരുടെ കുരുമുളകും കാപ്പിയും ഒക്കെ പറിക്കേണ്ട സമയമാണ്, അതിന് പോകാൻ കഴിയുന്നില്ല. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകാൻ കഴിയുന്നില്ല. കന്നുകാലികൾക്ക് പുല്ല് ശേഖരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ സമസ്ത മേഖലകളിലും ജനജീവിതം സ്തംഭിച്ചു നിൽക്കുകയാണ്. അതിനൊപ്പമാണ് ഇന്നലെ കടുവയുടെ സാന്നിധ്യം കൂടി ഈ മേഖലയിൽ കണ്ടത്. അത് CCTV-യിൽ പതിയുകയും ഒരു വീട്ടമ്മ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് രാവിലെ ഒരിടത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത, രാത്രിയിൽ ഒരിടത്തേക്കും വീട്ടിൽ നിന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾ ഏതാണ്ട് 9 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് വീട് വിട്ട് പുറത്തേക്ക് വരുന്നത്. എന്നാൽ വീടിന്റെ സമീപ പ്രദേശത്തുള്ള ചെറിയ കാടുകളിലേക്കും അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിലേക്കും പോകാൻ കഴിയാത്ത വിധം ജീവിതം ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ പടമലയിലേക്ക് നിരവധി കർഷകർ പങ്കെടുത്ത പന്തംകൊളുത്തി പ്രകടനവും മറ്റുമൊക്കെ നടന്നിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി ഈ അജീഷിന്റെ മരണം നടന്നിട്ടും എന്തുകൊണ്ട് ആനയെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് അവർ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ മറുവശത്ത് ഈ വനം വകുപ്പ് പൂർണ്ണ സന്നാഹങ്ങളോടുകൂടി, കാരണം RRT സംഘങ്ങൾ ഈ സമീപപ്രദേശങ്ങളിലെ ജില്ലകളിൽ നിന്നുള്ള എല്ലാ RRT സംഘങ്ങളും ഈ കാട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഏതാണ്ട് 200-ലധികം അംഗസംഖ്യയാണ് ഈ കാട്ടിൽ തെരച്ചിൽ നടത്താൻ മാത്രമുള്ളത്. അതുകൊണ്ട് അംഗസംഖ്യ കൂട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. ഈ സംഘം തന്നെ കൂടുതൽ ക്ഷമയോടുകൂടി, കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ ആനയെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റിടങ്ങളിൽ, ഈ ജില്ലയുടെ മറ്റിടങ്ങളിൽ ഒപ്പം അയൽ ജില്ലകളിലൊക്കെ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ അവിടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലും ആളില്ലാത്ത വിധം വനപാലക സംഘം ഇവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൌത്യം അവസാനിപ്പിച്ച് കാടിറങ്ങണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. വലിയ സമ്മർദ്ദം ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വനംവകുപ്പിനുണ്ട്. പക്ഷേ അവർ നിസ്സഹായരാണ്. ഏത് വിധേനയും ക്ഷമയോടെ കാത്തിരുന്ന് ഈ ആനയെ മയക്കൂടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുള്ളത്. നമുക്കറിയാം, അരിക്കൊമ്പന്റെ മിഷൻ പോലും 1 മാസത്തോളമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് അവർക്ക് വെടിവെച്ച് ആനയെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പക്ഷേ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. കാരണം ഒരു ചതുപ്പ് സ്ഥലത്ത് വാഴത്തോട്ടത്തിനുള്ളിൽ അവശനായ ആന നിന്നതുകൊണ്ട് തന്നെ വലിയ പരാക്രമങ്ങൾ നടത്തിയില്ല. അങ്ങനെയാണ് ഈ തണ്ണീർക്കൊമ്പനെ പിടിക്കാൻ കഴിഞ്ഞത്. ഈ വേലൂർ മഖനെ പോലും ഹസനിൽ കൂടിയത് കുറെ ദിവസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ്. തേയിലത്തോട്ടത്തിൽ തങ്ങിയിരുന്ന ആനയെ പിടികൂടാൻ കഴിഞ്ഞത് കുറച്ച് അധികം ദിവസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം അനായാസമായ തണ്ണീർക്കൊമ്പനെ പിടിക്കുന്ന രീതിയിൽ പിടിക്കാൻ കഴിയുന്ന ഒരു ദൌത്യമല്ല ഇത്. ആ ദൌത്യം പൂർണ്ണ വിജയം കണ്ടെത്തും വരെ തങ്ങൾ കാട്ടിലുണ്ടാവും എന്നാണ് വനംവകുപ്പ് പറയുന്നത്.